അപ്പോൾ നമ്മളിതേ ഇറങ്ങി പൊക്കോണ്ടിരിക്കുവാണ്. ചൂഴമ്പാലെത്തി. അമ്മയില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ല. ഞാൻ എന്നാലും നിർബന്ധിച്ചതാണ്. അമ്മയ്ക്ക് നമ്മളിവിടെ നിന്ന് ഒരു വട്ടം കൊട്ടാരക്കര ഗണപതി, കൊട്ടാരക്കരയാണ് നമ്മളിവിടെ പോയത്, മണ്ണാർശാല പോയി. അങ്ങോട്ട് പോയി പകുതി തുടങ്ങി അമ്മ ഛർദ്ദിക്കാൻ തുടങ്ങി. തിരിച്ചതുപോലെ തന്നെയായിരുന്നു, ഫുള്ളും ഛർദ്ദിച്ചു. അപ്പം അതിനുശേഷം അമ്മയ്ക്ക് ലോങ് പറ്റൂല. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ലോങ് എന്നില്ല, ഇപ്പം ഇവിടുന്ന് കിഴക്കേക്കോട്ട കാറിൽ പോകാൻ പറ്റില്ല, ഓട്ടോറിക്ഷ ഒക്കെയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് അമ്മ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. എനിക്ക് അമ്മയും കൂടെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങൾ ചോദിക്കും ഇത്ര വെപ്രാളപ്പെട്ട് ഇപ്പം പോവേണ്ട ആവശ്യം എന്ത് എന്ന് തോന്നാം. ആക്ച്വലി വെപ്രാളപ്പെട്ടല്ല, ഞങ്ങൾ കുറേ നാളുകൊണ്ട് രാമേശ്വരത്ത് പോകണം, അമ്മയെ കൊണ്ട് ബലിയിടിക്കണം. അമ്മയാണ് ബലി ഇടേണ്ടത്. കാരണം അമ്മയാണ് ആ വസ്തുവിലെ അല്ലെങ്കിൽ ആ തലമുറയിലെ അവസാനത്തെ ആള്. അപ്പോൾ അമ്മയുടെ പിതൃക്കളും ഒക്കെ എല്ലാവരും മരിച്ചടക്കിയിരിക്കുന്ന മണ്ണാണത്. അപ്പൊ ആരും ഇപ്പൊ അറിയായിരിക്കുമല്ലോ അമ്മയുടെ ഈ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ ഭൂമിയിലുള്ള ആർക്കും കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ ചേട്ടൻ ഇപ്പൊ നമ്മള് പല കാരണത്താൽ നമ്മൾ അറിയുമല്ലോ, നമുക്ക് പിതൃക്കൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടില് ചേട്ടന് ബലിയിടാൻ പോകണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ചേട്ടന്റെ ആഗ്രഹത്തിൽ അമ്മയെ കൊണ്ട് ഇടിപ്പിക്കണമെന്നായി. കാര്യം ചേട്ടയിടുന്നേക്കാട്ടിയും ഇഷ്ടം പിതൃക്കൾക്ക് അമ്മയിൽ നിന്ന് ആ ദർപ്പണം കിട്ടുമ്പോഴായിരിക്കാം അവര് സാറ്റിസ്ഫൈഡ് ആവുന്നതെന്ന് ചേട്ടന് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അമ്മയും കൊണ്ട് പോകാനായിട്ട് പോണത്. അല്ലാണ്ട് അമ്മയെ കൊണ്ട് പോകണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്ന് വെച്ചാല് ലോങ് ആണ്, നമുക്കറിയില്ല. രണ്ടാമത്തെ അമ്മയ്ക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മ വേറൊരു മായാലോകത്താണ്. പിന്നെ അമ്മ ഈ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും അമ്മയ്ക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അമ്മയ്ക്ക്. അപ്പൊ ഇവിടെ നമ്മള് ഈ ട്രിവാൻഡ്രത്തിനകത്ത് നമ്മളെ ഇട്ടാവട്ടത്തുള്ള അമ്പലങ്ങളിലോ സ്ഥലങ്ങളിലോ കൊണ്ടുപോകുമ്പോ തന്നെ അമ്മ ഭയങ്കര ഡിസ്കംഫർട്ടാണ് നമ്മൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പം ദൂരെ കൊണ്ടുപോകുന്നത് ആലോചിച്ച് നോക്കി, നമ്മൾ ഭയങ്കര ഒരു വലിയ റിസ്ക് ആണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് റിസ്കിലൊക്കെ ഉപരി നാളുകൊണ്ടേയുള്ള ആഗ്രഹമാണ്. ഇത്രയും നാള് നമുക്ക് പോവാൻ പറ്റിയ സാഹചര്യമാണ്. ഓരോ വിഷയം വരും. സീറ്റിയുടെ വിഷയം വന്നു. സീറ്റിയുടെ ആ സമയത്താണ് ആദ്യം പോയായിരുന്നു. അപ്പോഴാണ് അല്ല, സീറ്റിയുടെ വിഷയം തുടങ്ങുന്നതിന് മുമ്പാണ് ആദ്യം പോവാൻ വേണ്ടി ആദ്യമല്ല നമ്മൾ പോവാനായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ ഒന്നും ഒത്തു വരണില്ല. കുഞ്ഞി എവിടെ? എന്റെ കുഞ്ഞി എവിടെ? കുഞ്ഞി പിങ്ങിയിരിക്കുന്നു ഗൈസ്. നാട്ട കേസായില്ല. എന്തിനവിടെ? ഞാൻ വിചാരിച്ചു എന്തോ അണ്ണാനെ കണ്ട കിടക്കുന്നത്. ആ പോട്ട്, ഇപ്പൊ ചൂച്ചു ഒഴിപ്പിച്ചിട്ട് വരാം. അങ്ങനെ പറ, ചൂച്ചു ഒഴിച്ചു ഗൈസ് ഹാപ്പി ആയി ഗൈസ് എന്ന് പറ. ഓക്കെ, അപ്പൊ ദേ നമ്മള് പൊക്കോണ്ടിരിക്കാണ്. ഓ, ചൂച്ചു ഒഴിച്ചു കാപ്പിയായെന്ന്. എത്താറാവ ഇപ്പൊ പോയാലൊന്നും എത്തൂല, നാളെ എത്തോളൂ അവിടെ. ഓ, നാളെ അവിടെ എത്തോളൂ. നാളെ ഉച്ച വരെ ട്രെയിനിലിരിക്കണം. പറ്റുമോ നിങ്ങളെ കൊണ്ടിരിക്കാൻ? പറ്റുമോ? അതൊക്കെ ഓക്കെ. വീട്ടിലല്ലമ്മ, നാളെ ഉച്ചക്ക് ശേഷം നമ്മൾ അവിടെ എത്തോളൂ. തിരിച്ച് വീടെത്താൻ മറ്റന്നാളാവും കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് കിട്ടിയത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാർ പാർക്കിംഗ് സോണാണ് കേട്ടോ. നമുക്ക് സേഫായിട്ട് ഒരൊറ്റ സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമുക്ക് തന്നെ കിട്ടി. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇതാ റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഓക്കെ, പിടിക്കാം.
ഫ്രണ്ട്സ് നമ്മുടെ കൈ എത്തി. ഓർമ്മ വല്ലതുണ്ടോ? ഓ എന്തിന്? മരുന്നും കഴിച്ച് ഉറക്കത്തിൻ്റെതായിപ്പോയി. ഇവിടെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ കിടന്ന് കാണിക്കുന്ന പ്രകടനമാണ് ഈ കാണുന്നത്. വേണ്ട, തുറന്നിടണം അമ്മ, വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ശോഭനയുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര. അതാണ് എനിക്ക് പേടി. ഇത് കറക്റ്റ് ആണോ ഇരിക്കണേ? അവിടെ ഒരാളിരിക്കണം. ഇത് നമ്മുടെ സീറ്റ് ഏതാണ്? ഹലോ ഗായ്സ്, പറയാതിരിക്കാൻ വയ്യ. ആദ്യം ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ സ്ട്രൈക്കുകളും ഉണ്ടായിരുന്നു. നമുക്ക് പറ്റിയില്ല. ഒന്ന് അമ്മയെ ഹാൻഡിൽ ചെയ്യാൻ റിസ്ക്കാണ്. അമ്മ കൊലപഴിക്കാൻ ചാക്കി കെട്ടിയിടങ്ങളൊക്കെ ആ വള്ളിയൊക്കെ കെട്ടിയിട്ടിരുന്നത് ഇത് പാടച്ചും പെട്ടെന്നറിയോ ട്രെയിനിൽ കയറാനായിട്ട് പാൻ്റ് അഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്ന് ഫസ്റ്റ് ടൈമാണ് അമ്മയും കൊണ്ട് ഇങ്ങനെ പോണത്. അതിൻ്റെതായ സ്ട്രഗിൾ എനിക്ക് മൈഗ്രൈൻ. വേണ്ട, അച്ഛൻ്റെ വയലിൽ ജോലി സ്ഥലം ഇവിടെ വണ്ടി നിർത്തല്ലേ? അച്ഛൻ്റെ സ്റ്റോപ്പ് എത്തി. ആ സൈഡാണല്ലേ? ഓക്കെ, അപ്പൊ പേട്ട എത്തി. അപ്പൊ ഷോബൂസ് ഉറങ്ങുന്നു. ഷോബൂസിനെ അതിലും വലിയ തമാശ ബോഗി കണ്ടുപിടിക്കാറുണ്ട് ഇവിടെ. പട്ടി തന്തയ്ക്കുമില്ല, വാരിപ്പറക്കി കെട്ടി ഇറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല. കുഞ്ഞിയുടെ ആദ്യ ട്രെയിൻ യാത്ര. അതാണ് കുഞ്ഞിയുടെ ആദ്യ. അയ്യോ, എനിക്ക് വിശക്കണേ. ഞാനിനി കിടന്ന് ഉറങ്ങാൻ പോകുന്നു ഗൈസ്. എനിക്ക് നല്ല മൈഗ്രൈൻ, തലവേദന. അപ്പൊ ഞാനിനി കിടന്ന് ഉറങ്ങാൻ പോകുന്നു. ഷോബൂസിനെ സേഫ് ആക്കിയിട്ടുണ്ട്. ഉറക്കം വരണം, എന്നാലും ഉപ്പന്റെ കണ്ണടക്ക് തുറന്നു വെച്ചിരിക്കട്ടോ. ഉറങ്ങില്ല ഒന്നാല്. ഇവിടെ മറ്റേ ഇങ്ങനെ വലിക്കാനുള്ള സാധനമൊന്നുമില്ല. ഇതാണല്ലേ? അയ്യോ, ഇപ്പൊ അവിടെ നിർത്തിയില്ലല്ലോ പേട്ടയില്. ഇപ്പോഴാണല്ലോടോ പറഞ്ഞത് പേട്ടയിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന്. സ്ലോ സ്പീഡല്ലേ, ഹൈ സ്പീഡ് ആയില്ലല്ലോ? ആയാ? ആയി വരണം. വേളി കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യൂ. വേളിയിൽ മിക്കവാറും സ്റ്റോപ്പ് കാണും. ഉറക്കം വരെയാണ്, എന്നാലും ഉറങ്ങില്ല. കുഞ്ഞിന്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയല്ലേ കുഞ്ഞി? പിണങ്ങിയാ? നമുക്ക് ഉറങ്ങാം, നമുക്ക് ഉറങ്ങാൻ ഉറങ്ങാം. അപ്പൊ ഗൈസ്, നമ്മളിനി ഉറങ്ങാൻ പോകും. ബാക്കിയുള്ള ശേഷം അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് എവിടെ എത്തി? തമിഴ്നാടാ? എത്തി. ഷോബൂസ് നെയ് പറയിതാ, ചോദിക്കണം എല്ലാരും എവിടെ എത്തിയെന്ന്. എന്തിരുന്ന്? തോപ്പ് വരിക? കേട്ടില്ല. നമ്മള് തമിഴ്നാട് എത്തി. ചുവപ്പ് കാറാ? ഭഗവാനെ. ബാബ പറ. അമ്മ, നമ്മളിപ്പോ ട്രെയിനിലാണ്. ചുവപ്പ് കാറൊക്കെ കഴിഞ്ഞ്. അയ്യോ, വിട് വിട്, എല്ലാം മാച്ചളഞ്ഞ്. ഞാൻ അടുത്ത് കുഞ്ഞു പറ. നേരെ സംസാരിച്ച കുഞ്ഞാ, കൊഞ്ചാതാ. നേരെ സംസാരിച്ചേ. നാണം പറഞ്ഞ നന്ദൂസ് രണ്ട ലാസ്റ്റ് കാഴ്ച കണ്ടോണ്ടിരിക്കണം. എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റൂല. ഞാൻ തന്നെയാണ് ഗൈസ്. താഴെ ഒരു കുഞ്ഞു വാവ കിടക്കുന്നത്. അപ്പൊ ആ വാവ എണീറ്റാലേ എനിക്ക് ഇതാണ്ട ഇത് മടക്കിയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാന് മേളിൽ തന്നെ കിടക്കുന്നു. അപ്പൊ നമ്മള്
കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ട്രെയിനിൽ. കുറെ പേർക്കൊക്കെ ശോഭനാമ്മ നേരിട്ട് കണ്ട സന്തോഷം, കുറെ പേർക്കൊക്കെ എന്നെ കണ്ട സന്തോഷം. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ആ ഏത് നാട് മക്കളെ? തടമാനാട്, തമിഴ്നാട്ടിനെ പറഞ്ഞ തടമാനാട്. അപ്പൊ ഗൈസ് ഉറങ്ങിയില്ല, അങ്ങനെ ഉറങ്ങിയേട്ടാ. ഒരു അറിയല്ല, ഇതൊക്കെയാണ് നമുക്ക് വലിയ പാടാണ്. പ്രത്യേകിച്ച് എനിക്ക് നടുവേനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഉറങ്ങാനും പറ്റും. പക്ഷെ ഷോബൂസ് നമ്മളെ പ്രതീക്ഷിച്ചതിനെ കാട്ടി സൂപ്പറായിട്ട് ഉറങ്ങി. ഇടയ്ക്ക് രണ്ടു വട്ടം ഇച്ചിമുള്ളാൻ, അല്ലാണ്ട് അമ്മ ഉണർന്നില്ല, അടിപൊളിയായിട്ടുണ്ടെന്ന്. അതുപോലെ നന്ദൻ മേളിൽ കയറുന്നത് മാത്രം ഓർമ്മയുണ്ട്. നന്നായിട്ട് ഉറങ്ങി. ചേട്ടൻ വെളുപ്പിനെ കണ്ട ഉണർന്നിരുന്നിട്ട് വെളുപ്പിനെ എപ്പോഴും ഉറങ്ങിപ്പോയി. മല അത് തന്നെ. അപ്പൊ 2-3 വ്യൂ എടുക്ക് ചോദിച്ചാ. ഫോൺ വെളിയിൽ പോവല്ലേ. കാഴ്ചകളൊന്നും ആരും കണ്ടില്ല എന്ന് പറയരുത് കേട്ടാ. ഞാനൊന്നും കാണുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല. വാവ കിടക്കണത് അവിടെ ഒരു വാവ കിടക്കണുണ്ടോ? വാവ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ പറ്റണില്ല. ഇറങ്ങിയിരിക്കണമല്ലോ, ഇതിന് ഡിസ്റ്റർബൻസ് ആവും. ഇന്ത്യക്കിടയിൽ അത് പറ്റൂല. ഉറങ്ങുന്ന കുഞ്ഞായോണ്ട് നമ്മൾ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വാവ എണീക്കുമ്പോ ഞാൻ തഴപ്പും കാഴ്ചകൾ ഇതുവരെയ്ക്ക് ആ വിൻഡോയിൽ ഇരുന്ന് കാഴ്ച കണ്ടില്ല. 8:30 ട്രെയിനിൽ കയറി, അപ്പം എല്ലാം കൂടെ കയറി കിടന്നെയാണ്. നല്ല പ്ലേസസ് അല്ലേ. അപ്പോ അടുത്ത വിശേഷമായിട്ട് വരാം കേട്ടാ. കാപ്പി കുടിച്ചെന്ന് പറ. കാപ്പി കുടിച്ചാ? സുധീഷ്ണ, എങ്ങനെയുണ്ട്? നമ്മുടെ യാത്രയെ പറ്റി ഒന്നും പറഞ്ഞില്ല. മഴ വേണ? ഒളിഞ്ഞു നോക്കണ? എന്ത് വേണം? അവിടെ ഇരുത്തി കൊടുക്ക എന്റെ പിള്ളേ, അത് കാഴ്ച കാണിട്ട്. മടിയിലിരുത്ത്. കുഞ്ഞോ, ആന്റിബയോട്ടിക് കഴിച്ചോണ്ടിരിക്കുന്ന കാര്യം നീ മറക്കരുത്. കേറിയിരി. പാമ്പം പാലോ അല്ലേ? ചെല്ല് നോക്കിട്ട് വാ. കടല് കണ്ട എക്സ്പ്രഷൻസ് ആണ് കേട്ടാ. വെള്ളം കാണാതെ നാട്ടിൽ നിന്ന് വരും പോലെ തോന്നുകയണ്ട. വെള്ളം കുടിക്കാനായിട്ട് പ്യൂരിഫയറിൽ വെള്ളം എടുത്തത് കുടിച്ചുകൊണ്ടിരിക്കുക. തളർന്നു കേട്ടോ. അല്ല, കുഞ്ഞ പെണ്ണ് വൊമിറ്റൊക്കെ ചെയ്ത് ആകെ ടയർഡായിപ്പോയി. ഇന്ന് വരൂല, നാളെ വരുമോ? അപ്പോൾ ഗൈസ്, നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നേരെ രാമേശ്വരത്തോട്ട് പോവുകയാണ്. ഒരു ഓട്ടോ ചേട്ടനെ കിട്ടി. ഇവിടെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാർ നമ്മളെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓട്ടോ ചേട്ടനായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ അതെ പക്കം ഏതോ ഹോട്ടലൊക്കെ പുള്ളി പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പൊ അതേണ്ട ഷോബൂസ് ചെറിയൊരു പണി കിട്ടി. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം ഇപ്പം റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിള്ളേർ തളർന്നു കേട്ടതാ. എല്ലാം ഇത്രയും പ്രതീക്ഷിച്ചില്ല. രാമേശ്വരം എന്നൊക്കെ പോയിട്ട് പെട്ടെന്ന് പട്ടിട്ട് ചെക്കല പോയിട്ട് വരാന്ന് കരുതിയതാ. ഓക്കെ അതായത് പശു ഉണ്ട്. ഇവിടെയൊക്കെ അത് അഴിച്ചു വിട്ടേക്കാം. നമ്മളവിടെ കഴിച്ചു വിടും. ഇങ്ങനെ ഇല്ല വിടും കേട്ടോ. നമ്മളെ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ വിടുമെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അവിടെ പിള്ളേർക്ക് പശുവൊക്കെ ഇങ്ങനെ റോഡിൽ കയറില്ലാണ്ട് നടക്കുന്നുണ്ട്. ഭയങ്കര അത്ഭുതം. ഓക്കെ അപ്പം ഇനി നമ്മളെ ശേഷം റൂമിൽ ചെന്ന് പാക്കലാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങള് രാമേശ്വരത്തെത്തി. അയ്യോ ഒന്നും പറയണ്ട സുഹൃത്തുക്കളെ, ഒന്നും പറയണ്ട. അടുക്കളയിലും മുറിയിലും പറമ്പിലും കിടന്ന് വരിക. നമുക്കൊക്കെ ഇവിടെയൊക്കെ വന്ന് ഈ പുരുഷ മുറിക്കകത്ത് പറ്റില്ല. ഇവിടെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തു. നമ്മളത് റൂം എടുത്ത് കഴിക്കാൻ പോയി. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര വോമിറ്റിംഗ് ആയിട്ടോ. അങ്ങനെയൊക്കെ കുഞ്ഞിപ്പെണ്ണിന് മരുന്നൊക്കെ കൊടുത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. വോമിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അത് ഫുഡ് കഴിക്കാത്തതിൻ്റെ. ഫുഡ് കഴിച്ചില്ലല്ലോ. അപ്പം നമ്മൾ കഴിച്ചപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറപ്പമായിരുന്നു. നമ്മൾ വിളിച്ചുണക്കാനൊന്നും നിന്നില്ല. റൂമെടുത്തു. ഷോബൂസ് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് കഴിക്കണം കേട്ടോ. ഇനി വൈകുന്നേരം വെളിയിൽ പോയി കഴിക്കണം. നമുക്കിവിടെ ഫുഡിലാണ് പണി കിട്ടിയത്. നല്ല ഫുഡ് കിട്ടുന്ന അവരുടെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. പോരാ, ഫുഡ് പറ്റുന്നില്ല. ഇവിടെ പാത്രമൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ വയറ് വീർക്കും. അതൊരു ബുദ്ധിമുട്ട്. വൈകുന്നേരം വേറെ എവിടെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ആക്ച്വലി ഓട്ടോക്കാർ ചോദിച്ചതാണ് കേട്ടോ. നമ്മളിവിടെ എല്ലാം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഹോട്ടല് ബുക്കൊക്കെ ചെയ്ത് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അല്ല. ഞാൻ ഇവിടെ വിളിച്ച് കൺഫേം കിട്ടിയിട്ടില്ല. വിളിച്ച് കൺഫേം ഒക്കെ ചെയ്ത് വലിയ കാര്യത്തിൽ ഓട്ടോക്കാരുടെ അവിടെ കൊണ്ടുപോകാൻ നമുക്ക് അവിടെ കൊണ്ടുപോയില്ല. ഭയങ്കര റേറ്റ്. അവിടെ നിന്ന് ഇതുവരെ വരാൻ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് പോലും ഓട്ടോറിക്ഷയുടെ സമയം എടുത്തില്ല. 200 രൂപയ്ക്കാണ് പറയണത്. നമ്മൾ 100 രൂപ കൊടുത്ത് നമ്മൾ 100 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങി. അവരിവിടെ കൊണ്ടുവന്നാക്കിയുള്ളൂ. അവർ വേറെ നമ്മൾ പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ടുപോയില്ല. ഭയങ്കര പറ്റിപ്പോയിട്ടാണ് ഇവിടെ ഓട്ടോക്കാർ. എന്നുവെച്ചാൽ മൊത്തത്തിൽ ഓട്ടോക്കാരെന്നല്ല, മൊത്തത്തിൽ ഭയങ്കര പറ്റി. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കിവിടെ പിടിയില്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മളൊരു കാര്യത്തിന് വന്നു കഴിയാൻ പോവാം. അപ്പം ഇനി കിടന്നൊരു ഉറക്കം ഉറങ്ങണം. നന്നായിട്ടൊരു ഉറക്കം ഉറങ്ങണം. എനിക്ക് തലവേദന ഭയങ്കര. ഉറക്കം ഉറങ്ങിയിട്ട് രാത്രി എന്തെങ്കിലും കഴിക്കണം. വീണ്ടും ഉറങ്ങണം. ഫോട്ടോ പിടിക്കണം. കൊള്ളാമെന്ന് പറ. കൊള്ളാം. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പിള്ളേരുമായിട്ട് പറ്റണില്ല. പിള്ളേര് ഈ മുറിയില് പിള്ളേരെ വേറെ മുറിയിലാക്കാനാണ് പറയണത്. പിള്ളേരെ വേറെ മുറിയിലാക്കാനാണ് പറയണത്. എനിക്ക് പിള്ളേരെ കൂടെ കിടക്കാൻ പറ്റൂല എന്നാണ് പറയണത്. പിള്ളേര് പ്രശ്നമാണ്. ശരി കിടന്നോ പോയി കിടന്നോ. ശരി എന്നാ. എനിക്ക് വേറെ വിഷമിക്കണം. അവിടെ തല വെച്ചിട്ട് ഇവിടെ കാല് വെച്ച് കിടാം. അമ്മ ചായ കുടിക്കാൻ പോലെ കിടക്കി. അമ്മ ചായ കുടിക്കല്ലേ? പൊടി കാണും. നിങ്ങൾ ഇത്ര നേരം ഇവിടെ കിടന്നില്ലേ? അതിലും വലിയ വേറൊരു തമാശ ആക്കണോ? അമ്മയോട് ആ വെത്തേ കിടക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറയല ഇപ്പോൾ ഒരു പാ വാങ്ങിച്ചുകൊണ്ട് വരാൻ. അവരിൽ പറ ഒരു പാ തരാം. ഞാൻ പറഞ്ഞ അമ്മ ഇവിടെ അതൊന്നും നടക്കൂല. ഇവിടെ പായില്ല. ഇവിടെ നമ്മൾ പറയുന്നത് പോലെ അവർ തരുന്നതിലേ കിടക്കാൻ പറ്റുള്ളൂ. അവരോട് പോയി പറഞ്ഞൊരു പാ വാങ്ങിച്ചു തരാം. അമ്മ ആദ്യം തറയിലാണ് കിടക്കാൻ പോയത്. പിന്നെ പിടിച്ചിവിടെ കിടത്തി. അമ്മയ്ക്കൊന്നും ശീലമില്ലല്ലോ. അമ്മയ്ക്ക് പറ്റുന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭയങ്കര പാടുള്ള കാര്യമാണ്. കിടക്കാൻ പറ്റിയാ? വൈകുന്നേരം വെളി ഇറങ്ങുമ്പോ പറയാം പാ വാങ്ങിക്കാൻ. അപ്പം അടുത്ത വിശേഷം കാണാം. കേട്ടാടാ, വൈകുന്നേരം ഒരു പാ വാങ്ങിച്ചോണ്ട് വരണേടാ. ഒരു മോനെ അയ്യോ
സപ്രമഞ്ചത്തിൽ കിടക്കുവാണ്. സപ്രമഞ്ചി. അപ്പൊ ഗൈസ് ഭയങ്കര ക്ഷീണം. ഒന്ന് നമുക്ക് വശമില്ലല്ലോ ഈ യാത്രയും. ഒന്നും തളർന്നു പോയി ഗൈസ്. നമ്മൾ തളർന്നു പോയി. നമ്മളാകെ ക്ഷീണിതരായി. ഞങ്ങൾ വന്ന് ഉച്ചഭക്ഷണം കഴിച്ച് കിടന്നൊരു ഉറക്കം ഉറങ്ങിയിട്ടതായപ്പോ എണീറ്റിരിക്കണ്. ഇനി രാത്രി ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം. അയ്യോ പാവം പേടിച്ചു. അയ്യോ പിന്നെ എന്നുകൊണ്ട് എല്ലാവർക്കും അയ്യാ ക്ഷീണിതയായി. ഭയങ്കര ക്ഷീണം. എന്തൊരു ആനയുടെ തലയിരിക്കുന്നു വീട്ടിലേക്ക് തിന്നും പോലെ ഇരിക്കുന്നു. അല്ല വീട്ടിൽ തിന്നും പോലെ കടയിൽ തരിച്ചെന്ന് കയറി കൊടുത്തോണ്ട. ആരെയാണ് കാരണം ട്രെയിനിൽ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഞാൻ ട്രെയിനിൽ കയറിയില്ലേ. പിന്നെ നിങ്ങൾ എങ്ങനെ വന്ന? ഫ്ലൈറ്റിലാ വന്ന? ട്രെയിനിൽ എനിക്കറിഞ്ഞൂടാ വണ്ടിയെന്നു. ഞാൻ വണ്ടിയുടെ മുക്കം നോക്കി. തീവണ്ടി ഇതാണ് തീവണ്ടി. നമ്മൾ വന്ന വണ്ടിയാണ് തീവണ്ടി. തീവണ്ടിയാ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മള് പോകുന്നു ഗൈസ്. പഠിച്ചു ചരിഞ്ഞു പോയി ഗൈസ്. അയ്യോ വരാൻ പറ്റുന്നില്ല. ഇനി നാളെ രാവിലെയാണ് പ്ലാനിങ്. നാളെ രാവിലെ നമ്മള് എത്ര മണിക്ക്? 5:30 ഇവിടുന്ന് പോയി ബലിയൊക്കെ ഇട്ടിട്ട് 6 മണിക്ക് തുടങ്ങുന്നു. അപ്പൊ രാവിലെ പോയി ബലിയൊക്കെ ഇട്ട് 1:30 ട്രെയിൻ റിട്ടേൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തിരിച്ച് നാട്ടിൽ വരുന്നു. ഒന്ന് വന്നാ മതിയോ? അയ്യോ എനിക്ക് എന്റെ നാട്ടിൽ പോണേ. എനിക്ക് എന്റെ നാട് എന്റെ റേഷൻ കടയും മതിയേ. എനിക്ക് തിരിച്ചു പോയാ മതിയേ. എനിക്ക് എന്റെ ചാളയും ചോറ് മതിയേ. അതിന് ചാള ചാള വേല കൂലി ചാള ചോറ് അത് മതിയേ. എനിക്ക് തിരിച്ചു പോയാ മതിയേ. നിനക്ക് ചോറ് കറി നമ്മളെ കേരളം തന്നെ സ്വർഗം. നാട് വിട്ടു പോവല്ലേ. നമ്മളെ നാടിന്റെ തോടും ഓടൊന്നും ഇവിടെ ഒന്നുമില്ലേ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ റോഡ് എവിടെ തോട് എവിടെ ഒന്നും തിരിച്ചറിയാൻ പറ്റണില്ല. നമുക്ക് പറ്റുന്നില്ല. ബുദ്ധിമുട്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഈ കട്ടിലും അതിന് വലിയ തമാശ. നമ്മൾ ചേട്ടൻ ചായ വാങ്ങിക്കുമ്പോ എടാ ഒരു പായും കൂടെ വാങ്ങിച്ചോണ്ടാ സുധീഷണാന്ന് പറഞ്ഞിട്ട് പറയാണ്ട എവിടെ കിടക്കാൻ? വരാന്തേ കിടക്കാൻ. വരാന്തേ കിടന്ന് ഉറക്കം വരൂളാ. വരാന്തയിലേ കിടന്നാലേ ഉറക്കം വരൂളാ. പിന്നെ നിങ്ങൾക്ക് പാ വേണം, വരാന്തേ കിടക്കണം. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ പോട്ടെ ട്രെയിൻ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ എന്നെങ്കിലും നിങ്ങള് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആര് കണ്ടു? അപ്പൊ ഗൈസ് നമ്മൾ കഴിക്കാൻ പോകണം. കഴിച്ചിട്ട് വന്നിട്ട് ഉറങ്ങണം. രാവിലെ എണീക്കണം. തിരിച്ചു പോകണം. ഓക്കെ ഹലോ ഗോയ്സ്, അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചു. നമ്മള് രാത്രിത്തെ ഭക്ഷണം കഴിച്ചു. നമ്മള് ഹലോ ഗായ്സ്, നമ്മള് ഭക്ഷണം കഴിച്ചു. രാത്രി ഡിന്നർ കഴിച്ചു. റിസോർട്ടിൽ വന്നു. നമ്മള് റിസോർട്ടിൽ വന്നു. നമ്മള് കിടക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ്. ഇനി നാളെ കാണാം.